ഗുഡ് മോർണിംഗ്. ഇന്നലെ നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഹെൽത്ത് ഇഷ്യൂ ആയതാരാണ് ഇടാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പൈപ്പ് ക്ലീനർ വെച്ചിട്ട് നമ്മൾ സാധാരണ ഈ കോപ്പർ വയറിൽ ബീഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണല്ലോ ടിയാര ഉണ്ടാക്കാറ്. നമുക്ക് ഇന്ന് ഈ പൈപ്പ് ക്ലീനർ എന്ന് പറയുന്ന മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ ടിയാരയുടെ ഒരു കുഞ്ഞു മോഡൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം, എല്ലാ വശവും ഒരുപോലെ ആവുന്നത് പോലെ കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് ഒരു എതളിൻ്റെ ഷേപ്പിൽ, അല്ലെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് കുഞ്ഞതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അറ്റത്ത് വന്നിട്ട് നമ്മൾ കോപ്പർ വയർ എങ്ങനെയാണോ ടിയാര ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തിരിച്ച് കൊടുക്കില്ലേ, അതുപോലെ നിങ്ങൾ ഈ പൈപ്പ് ക്ലീനറും തിരിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പൈപ്പ് ക്ലീനറിൻ്റെ വെളിവശം, അതായത് പുറം വശമാണ് പഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഉള്ളിൽ ഇവർ കോപ്പർ വയർ പോലത്തെ എന്തോ ഒരു സംഭവമാണ് യൂസ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. മേ ബി കോപ്പർ വയർ തന്നെ ആയിരിക്കാം, എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വളച്ചു കൊടുക്കാം, നിവർത്തി കൊടുക്കാം. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണിത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പീസിൽ നമ്മൾ സെൻറ്ററായിട്ട് കട്ട് ചെയ്തതിൽ ഒരു പീസിൽ നമുക്ക് ഇങ്ങനെ 2 കൊമ്പ് വീതം ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു കളറിൽ ഞാൻ ചെയ്ത് കാണിച്ച് തരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ഒന്ന് താഴെ ഒന്ന് മേലെ, അങ്ങനെ നമ്മൾ ടിയാരയൊക്കെ ചെയ്യുമല്ലോ, ആ ഒരു ഇതിൽ ഞങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ എല്ലാ പീസും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് പേര് ഈ ഒരു മെറ്റീരിയൽ എൻ്റെ അടുത്ത് സെയിൽ ചെയ്യേണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മെറ്റീരിയൽ സെയിൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹോൾസെയിലായിട്ടൊന്നും അല്ല പ്രൊഡക്റ്റ് ഇപ്പോൾ എടുത്തുകൊണ്ട് ഇരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്കിപ്പോൾ ഓൾറെഡി ഞാൻ ഹോൾസെയിലായിട്ട് എടുത്ത പ്രൊഡക്റ്റ് കുറച്ച് ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഹോൾസെയിലായിട്ട് നമുക്ക് എടുക്കാൻ പോകാൻ പറ്റാത്തത് കാരണമാണ് ഞാൻ ഈ പൈപ്പ് ക്ലീനർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വെബ്സൈറ്റ് വഴിയാണ് വാങ്ങിച്ചത്. ഇങ്ങനെ സിംഗിൾ പീസായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. എന്താ ഞാൻ വാങ്ങിച്ചൊരു വില നിങ്ങൾക്ക് ആ ഒരു വില എന്തായാലും ഞാൻ തരുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ലാഭമെങ്കിലും വേണ്ടേ, ഇല്ലെങ്കിൽ ഞാൻ മുടക്കിയ പൈസയെങ്കിലും എനിക്ക് തിരിച്ച് കിട്ടണ്ടേ. ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് ആ മുടക്കിയ പൈസ പോലും എനിക്ക് തിരിച്ച് കിട്ടില്ല. ബിക്കോസ് ഞാൻ അത്രയും റേറ്റിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിച്ചത്. ഇല്ലാതെ ഒരിക്കലും ഞാൻ അത്രയും വില കൊടുത്തിട്ട് ഈ ഒരു പൈപ്പ് ക്ലീനർ എന്തായാലും ഞാൻ വാങ്ങിക്കാൻ പോവില്ല. അപ്പം നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അതിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുകയാണ്, റേറ്റ് നോക്കിയിട്ട് വാങ്ങിക്കുക. ഒരുപാട് റേറ്റ് നിങ്ങൾ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ച ആ ഒരു തുക പോലും നമുക്ക് തിരിച്ച് കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ എപ്പോഴും മെറ്റീരിയൽസ് കുറഞ്ഞ വിലയ്ക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അതുപോലെ എടുക്കാൻ നോക്കുക. ബൾക്കായിട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളവർ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് സ്റ്റോറുകളുണ്ട് വില കുറച്ച് മെറ്റീരിയൽസ് തരുന്നത്. ക്വാളിറ്റി എനിക്കറിയില്ല. ഞങ്ങൾ വിശ്വസിച്ച് നന്നായിട്ട് അവരായിട്ട് സംസാരിച്ചിട്ട് പ്രോഡക്റ്റിൻ്റെ പിക്ചറും കാര്യങ്ങളും അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രം ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും ഒക്കെ വാങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ മേലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ടിയാരയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കില്ല, അതുപോലെ നമ്മളിങ്ങനെ 2 2ൻ്റെ എൻഡ് വന്നിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ടിയാര എന്ന് പറയണത്. അപ്പോൾ അത് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഉള്ളിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോപ്പർ വയർ. അതൊരു ടൈപ്പ് എന്താ പറയുക, കോപ്പർ വയർ തന്നെ ആയിരിക്കാം മേ ബി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തിരിക്കാനും മറിക്കാനും എല്ലാത്തിനും പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുറ്റി കൊടുക്കാൻ പറ്റും. ചുറ്റുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുത്തില്ല, എന്നിട്ട് ഇപ്പോൾ ഒരു പീസ് താഴെ വീണത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതുപോലെ താഴെ വീണ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുത്ത് അത് അവിടെ ഇരുന്നോളും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 8000 ഗ്ലൂ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഫെവി ബോണ്ടോ ഗ്ലൂ ഗണ്ണൊന്നും യൂസ് ചെയ്യരുത്. അത് വിസിബിൾ ആയിരിക്കും, കാണുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 8000 യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായി കെട്ടിക്കൊടുത്താൽ തന്നെ അവിടെ ഇരുന്നോളും, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ, ഇളകി വരുമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൊമ്പിൻ്റെ രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇടയിൽ വേണമെങ്കിൽ ഈ പൈപ്പ് ക്ലീനറിൻ്റെയോ അല്ലെങ്കിൽ ഫോം ഷീറ്റിൻ്റെ ഒരു ഇലയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കാം, ഗ്രീൻ കളറ്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ആക്ച്വലി നമുക്കിപ്പോൾ ഒരു വേറെ കളറിലുള്ളൊരു ഫ്ലവർ വെച്ചാൽ, അപ്പോൾ ലൈറ്റും ഡാർക്കും തമ്മിൽ ചില കളേഴ്സ് തമ്മിൽ കോമ്പിനേഷൻ നന്നായി ഉണ്ടാവും. ഈ ഒരു കളർ കോമ്പിനേഷൻ നന്നായി ഉണ്ടാവുമെന്ന് എനിക്ക് ഡൗട്ടാണ്. എനിക്ക് പേഴ്സണലി 2 കളറായി ഇഷ്ടമായില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് എന്തിനു യൂസ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത എന്തായാലും നിങ്ങളുടെ മനസ്സിൽ വരുള്ളൂ. ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്തിനു യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ കൂടെയൊക്കെ വെച്ചിട്ട്
അതായത് ഇപ്പോൾ ഈ പിങ്ക് കളർ ഫ്ലവർ കണ്ടോ, ആ ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അതോ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പിങ്ക് ഫ്ലവറിൻ്റെ കൂടെ നമ്മൾ ലൈറ്റ് പിങ്കാണ് ഈ കോമ്പിനേഷൻ നന്നായിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളറോ വേറെ ഏതെങ്കിലും കളേഴ്സ് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ലൈറ്റ് പിങ്കിൻ്റെ കൂടെ ലൈറ്റ് പിങ്കും ചേരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോള് കണ്ടോ, ഇനി നിങ്ങൾക്ക് അടുത്തൊരു ട്രിക്ക് എന്ന് പറയണത് നിങ്ങൾക്ക് ഈ ഒരു ഹോള് കുഞ്ഞതാക്കിയിട്ട് അതിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് എന്താണ് നമ്മുടെ ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും ഈ ഒരു മോഡൽ കൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ പ്ലെയിനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോൺ വെക്കണമെങ്കിൽ സ്റ്റോൺ വെക്കാം, അതിൻ്റെ പകരം ബീഡ്സ് വെക്കണമെങ്കിൽ ബീഡ്സ് വെക്കാം. 2 അല്ല 3 തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ബീഡ്സ് ആണ് ഞാനിപ്പോൾ ഇതിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരണം. ഞാൻ ഒട്ടിക്കുന്നില്ല, ഞാൻ വെച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതങ്ങനെ ബീഡ്സ് വെക്കണം. സോറി, ക്യാമറ കുറച്ച് സൈഡിലേക്ക് പോയി, ഇപ്പോൾ ശരിയാക്കി തരാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ബീഡ്സ് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഇപ്പോൾ ഈ ഹോളൊക്കെ ഒന്ന് കുഞ്ഞതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ബീഡ്സ് ആ കുഴിയിൽ പോയി നിൽക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെ വിടരുത്, ബിക്കോസ് ആ മുത്ത് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഇളകി വരാൻ ചാൻസ് ഉണ്ടെന്നല്ല, അത് എന്തായാലും ഇളകി വരും. നമ്മൾ ഒട്ടിച്ചിട്ടില്ലല്ലോ, ജസ്റ്റ് വെറുതെ പ്രസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അത് കാരണം അപ്പോൾ ഈ കുട്ടികളുടെ കയ്യിൽ കൊടുത്താൽ പിന്നെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ് ഓരോ സാധനങ്ങൾ, ഇങ്ങനത്തെ ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് കാരണം നിങ്ങൾ ഒട്ടിച്ചിട്ട് ഈ 8 വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗമ്മ വെച്ച് ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും ഗ്ലൂ ഗണ്ണൊന്നും ഈ ഒരു ഡിസൈനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക കേട്ടോ. എന്നാലാണ് നല്ല നീറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഏതെങ്കിലും സിംഗിൾ കളേഴ്സ് ആയിട്ടുള്ള ബീഡ്സ് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ബേബി പിങ്കിന് ഏത് കളറാണോ ചേരുന്നത് ആ ഒരു കളർ ബീഡ്സ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്യാപ്പ് കണ്ട് അവിടെയൊക്കെ കുത്തിക്കയറ്റുന്നുണ്ട്. ഐ മീൻ ഇത് എന്താണ് ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇഷ്ടമായില്ലെങ്കിലും വേണമെങ്കിൽ വെറുതെ ഇരിക്കാമെന്നൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഡാർക്ക് പിങ്കിൽ വയ്ക്കുമ്പോൾ ഭംഗി എനിക്ക് അത്ര തോന്നിയില്ല. വേറെ ലൈറ്റ് പിങ്ക് എൻ്റെ ഈ ഒരു ഫ്ലവർ ഉണ്ട്. ആക്ച്വലി നമ്മളത് വർക്ക് ഇൻ പ്രോസസ്സാണ്. നമ്മളത് വേറൊരു കസ്റ്റമേഴ്സിന് വേണ്ടി ലൈറ്റ് പിങ്കിൽ ഫ്ലവേഴ്സും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ലൈറ്റ് ബേബി പിങ്ക് വെച്ചിട്ട് തന്നെ ഒരു ഫ്ലവർ വെച്ചിട്ട് കാണിച്ചു തരാം. അത് കണ്ടില്ല. അപ്പോൾ ഈ ഒരു മോഡൽ ഈ സെയിം കളറാണ് സമയത്ത് കുഴപ്പമില്ല, കുറച്ച് ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. അതായത് ആ ബീഡ്സിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കളർ കോമ്പിനേഷനിൽ സെയിം കളറോ ഡിഫറെൻറ്റ് കളേഴ്സ് 2 കളറായിട്ട് മിക്സ് ചെയ്ത് ചെയ്യണമെന്നൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ. നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഇനി വെറും 200 പേര് മതി. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യട്ടെ. നാളെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.